ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം മുദാകരാത്തമോദകം സദാ വിമുക്തിസാധകം കലാധരാവതംസകം വിലാസിലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നതാശുഭാശുനാശകം നമാമീതം വിനായകം. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈः. മാണിക്യപ്രതിമപ്രഭാം ഹിമനിഭൈത്തുംഗൈശ്ചതുർഭിർഗജൈः ഹസ്താഗ്രാഹിതരത്നകുംഭസലിലൈരാസിച്യമാനം മുദാ ഹസ്താബ്ജൈർവരദാനമംബുജയുഗ ഭീതിർദധാനാം ഹരികാന്താം കാംക്ഷിതപാരിജാതലതീകാം വന്ദേ സരോജാസനാം. ഓം ശ്രീമാത്രേ നമഃ. അടുത്ത നാമം താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര. നാം എങ്ങനെയാണ് ഉച്ചരിക്കാൻ നോക്കിക്കോളൂ. താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര. ഒരിക്കൽ കൂടി പറയാം. താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര. ഓക്കെ. താരാകാന്തി, താര എന്ന് പറഞ്ഞ നക്ഷത്രമാണ്. നക്ഷത്രകാന്തിയെ തിരസ്കരിക്കുന്ന, വെല്ലുന്ന അഥവാ തോൽപ്പിക്കുന്ന, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഇവിടെ ഏത് താരാകാന്തിയെയാണ്? വേണമെങ്കിൽ ശുക്ര നക്ഷത്രം എടുക്കാം, അല്ലെങ്കിൽ ചൊവ്വ എന്നുള്ള അതിനെ എടുക്കാം. അപ്പൊ ശുക്ര നക്ഷത്രത്തിന്റെ കാന്തിയെപ്പോലും തിരസ്കരിക്കുന്ന, അല്ലെങ്കിൽ വെല്ലുന്ന, അല്ലെങ്കിൽ തോൽപ്പിക്കുന്ന നാസാഭരണഭാസുരൻ, നാസാഭരണം കൊണ്ട് ശോഭിക്കുന്നവൾ അല്ലെങ്കിൽ ഭാസുരയായവൾ. ഒന്നുകൂടെ പറയാം. താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര. താരാകാന്തിയെ, നക്ഷത്രകാന്തിയെ, ഇവിടെ നക്ഷത്രകാന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ താര എന്ന് പറയുന്നത് ശുക്ര നക്ഷത്രം എടുക്കാം, അല്ലെങ്കിൽ ചൊവ്വയെ എടുക്കാം. അപ്പോ ഈ ശുക്ര നക്ഷത്ര കാന്തിയെ പോലും വെല്ലുന്ന, തിരസ്കരിക്കുന്ന, അല്ലെങ്കിൽ ഒന്നുമല്ലാണ്ടാക്കുന്ന, അതിന്റെ പ്രകാശം അല്ലെങ്കിൽ ശോഭ ഒന്നുമല്ല, അതിനെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഏത്? നാസാഭരണഭാസുര. ഭഗവതിയുടെ നാസികയിലുള്ള ആ ആഭരണം, നാസാഭരണം കൊണ്ട് ശോഭിക്കുന്നു. അത്ര മനോഹരമായിട്ടുള്ള നാസാഭരണമാണ്. ആ മൂക്കുത്തിയിൽ നിന്നും പ്രവഹിക്കുന്ന ശോഭയുണ്ടല്ലോ, അത് ശുക്രനക്ഷത്രത്തിന്റെ ശോഭയെ തോൽപ്പിക്കുന്ന വിധത്തിലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് താരാകാന്തി തിരസ്കാരി. താര എന്ന് പറഞ്ഞ നക്ഷത്രം, നക്ഷത്രകാന്തിയെ തിരസ്കരിക്കുന്ന, തോൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒന്നുമല്ലാണ്ടാക്കുന്ന ആ നാസാഭരണമാണ് ഭഗവതിക്കുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സാമുദ്രിക ശാസ്ത്രം അനുസരിച്ച് നീണ്ട മൂക്ക് ചിന്താസാമർഥ്യ ദ്യോതകമാണ് എന്നാണ്. നീണ്ട മൂക്കുള്ളവരെ കണ്ട നല്ല ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഈ സാധാരണ ഈ നമ്പൂരാരെ വേളിക്കൊക്കെ ആകത്ത് മൂടിയിട്ടാവും. ആകെ കാണുക ഈ എന്താ പറയാ, സീമന്തരേഖയും കാലിന്റെ പാദവും മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു സാധനം കാണില്ല. ഭർത്താവ് കല്യാണം കഴിക്കുന്ന ആൾ കൂടി കാണില്ല. മൂന്നാമത്തെ ദിവസമൊക്കെ കാണുള്ളൂ.
അപ്പൊ ഇതിൽ നിന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ, സീമന്തരേഖയെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് ആചാര്യസ്വാമികൾ വളരെയധികം സൗന്ദര്യ ലഹരി തന്നെ ആ പദം തന്നെ ആ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്, സീമന്തരേഖയെ വർണ്ണിക്കാനായിട്ട്. ആ സീമന്തരേഖയും അതിലെ പൊട്ടും കാലിന്റെ പാദങ്ങളും കണ്ടാൽ തന്നെ മനസ്സിലാവൂത്രേ അത് നോഹിക്കണം, ബാക്കി എല്ലാ ഭാഗവും അഭൗമമായ സൗന്ദര്യമാണ് ഉണ്ടാവുക എന്ന്. വാഗ്ദേവതമാര് വെറുതെ അല്ല ഓരോന്നിങ്ങനെ ഇപ്രകാരം വർണ്ണിക്കുന്നത്. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ, ഇതില് കവികൾക്ക്, പ്രത്യേകിച്ച് ആധുനിക കവിമാർക്കൊക്കെ ഒരു മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള രചനാ വൈശിഷ്ട്യമാണ് ലളിതാ സഹസ്രനാമത്തിലുള്ള വാഗ്ദേവതമാര് ചെയ്തിട്ടുള്ളത്. ഒരു കുറ്റം അതിന് പറയാൻ പറ്റില്ല. കാരണം ഈ ആ പി ച എന്നൊക്കെ പറഞ്ഞുള്ള ഈ അവ്യയങ്ങള് എവിടെയും കാണാൻ പറ്റില്ല നമുക്ക്. എത്ര ദീർഘമായിട്ടുള്ള നാമങ്ങളാണെന്നറിയോ? ആ ഒരു 4-5 പദങ്ങൾ ഉണ്ടാവും, അതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ പോവുക. ഒരിടത്തില് പോലും അമ്പീച്ച എന്നുള്ള അവ്യയങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആ രചനാ വൈശിഷ്ട്യം എത്രത്തോളാണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാവുന്നതാണ്.